നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയും കാലം നിന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. നിന്നെ കണ്ടെത്താനായില്ലെങ്കിൽ, നിന്നോട് സംസാരിക്കാനായില്ലെങ്കിൽ, നിന്നെ സ്വന്തമാക്കാനായില്ലെങ്കിൽ ഞാൻ അങ്ങ് ചത്തുകളയാം. ഏതായാലും അതിപ്പോ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആയിക്കളെ. അതാരാ ആ ഒഴിവുള്ള രണ്ടുപേര്? അത് കൽപ്പനേട്ടത്തെയും ഉറവശി ചിറ്റമ്മേ. രണ്ടുപേർക്കും ഒരു നോട്ടവും ഇല്ല. അല്ല വരുൺ? മോനെന്തായി ആലോചിക്കുന്നേ? ഞാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. ഞാനിവിടെ ആദ്യ ദിവസം വന്ന നിമിഷം മുതലുള്ള കാര്യങ്ങള്. ഒന്നും കഴിച്ചില്ലല്ലോ? എനിക്ക് മതിയമ്മേ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാം, വെറുതെ കുറച്ചു ദൂരം നടക്കാൻ. അയ്യോ, മോൻ തനിച്ചു പോണ്ട. മോളെ കൂടെ ചെല്ലേ, എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക. ഏയ് വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. എനിക്കതാ ഇഷ്ടം. നീ പേടിക്കണ്ട, അവളിവിടെ എങ്ങും ഇല്ല. ആട്ടി പായിച്ചു അവളെ. അതിന് അമ്മയ്ക്കെന്താ ഇത്ര സങ്കടം? അമ്മ തൽക്കാലം എന്റെ കാര്യം ആലോചിച്ചാ മതി. കൂടെ ചെല്ലണ്ടെന്ന് അവൻ പറഞ്ഞു, അത് സത്യം. പക്ഷെ കുറച്ചു കഴിയുമ്പോ അന്വേഷിച്ചു പോകുന്നത് പോലെ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടു വരണം. നശിച്ചവൾ അവിടെ എങ്ങാനും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതോടെ അവളുടെ കഥ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ തന്നെ വരുൺ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ തിരിച്ചു വരുമ്പോ അച്ഛന്റെ വായിന്നൊന്നും വരാതെ നോക്കിക്കോളണം. കള്ളത്തരം ചെയ്യുന്നതിന്റെ ഫലം ഒന്ന് അനങ്ങണമെങ്കിലും ശ്വാസം വിടണമെങ്കിലും ഇപ്പൊ പേടിക്കേണ്ടി വരുന്നില്ലേ? അതൊക്കെ തന്നെയാ ദൈവശാപം എന്ന് പറയുന്നത്. നീ അതൊന്നും കാര്യമാക്കണ്ട. മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യവാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. വിട്ടുകൊടുക്കരുത്. ഇല്ല മുത്തശ്ശി, അക്കാര്യത്തിൽ മുത്തശ്ശിയുടെ ബുദ്ധി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണിമംഗലത്ത് പിടിച്ചു നിൽക്കാനുള്ള സൂത്രമൊക്കെ എനിക്കറിയാം.
എടോ, നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എടോ, ഓടല്ലേ എന്ന്. എടോ, ഒന്ന് നിക്ക്. ഏയ്. എടോ, അവിടെ നിന്നേ. എടോ, ഒന്ന് നിക്കാൻ. ഏയ്. അവിടെ നിക്ക്. ഏയ്. എങ്ങോട്ടേ ഓടുന്നേ? ഇനി നീ ഇങ്ങനെ ഒളിച്ചോടാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, ഊണിലും ഉറക്കത്തിലും ദേ, നോക്ക്, ഞാൻ നിന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നേ. എന്തിനാ നീ എന്നെ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ? ഇല്ല ഇല്ല, ദേ, ഇതെനിക്ക് ദൈവം തന്ന കാഴ്ചയാ. ഇത് ഞാൻ നഷ്ടപ്പെടുത്തില്ല. നീ എവിടേക്കാ പോയത്? നീ എവിടെയാ ഇപ്പൊ താമസിക്കുന്നത്? പറ. ഞാൻ പറയില്ല. എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും എന്നെ തെരഞ്ഞു നടക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. അല്ല, കള്ളം. ദേ, നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള ഇഷ്ടമുണ്ട്. അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇല്ല, എനിക്കൊരിഷ്ടമില്ല. നിന്റെ ശരിക്കുള്ള പേരെന്താ? എടോ, ഒന്ന് നോക്ക്. നീ ഇപ്പൊ ആരുടെ കൂടെയാ? എവിടെയാ താമസിക്കുന്നേ? നോക്ക്, എനിക്കത് അറിഞ്ഞേ പറ്റൂ. വിട്, വിടാനല്ലേ പറഞ്ഞേ. വിട്, വിട്. ദേ, ഒന്നും എന്നോട് പറയില്ലെന്ന് ഉറപ്പിച്ചിട്ടാണോ? നമ്മൾ തമ്മിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ട്. നീ എന്റെ പെണ്ണ. എനിക്കത് കേൾക്കണ്ട. വിട്. ശരി. ഇത്രയും കാലം നിന്നെ തിരഞ്ഞു നടക്കുമ്പോ ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു. നിന്നെ കണ്ടെത്താനായില്ലെങ്കിൽ, നിന്നോട് സംസാരിക്കാനായില്ലെങ്കിൽ, നിന്നെ സ്വന്തമാക്കാനായില്ലെങ്കിൽ ഞാനങ്ങ് ചത്തുകളയാം. ഏതായാലും അതിപ്പോ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആയിക്കളയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.